പുരളിമല മുത്തപ്പൻ മടപ്പുര ക്ഷേത്രം കണ്ണൂർ ജില്ലയിലെ ചരിത്രപ്രസിദ്ധവും പ്രകൃതി രമണീയവുമായ പുരളിമലയുടെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന അതീവ പവിത്രമായ ആരാധനാലയമാണ് ശ്രീ പുരളിമല മുത്തപ്പൻ മടപ്പുര ക്ഷേത്രം. ഉത്തര മലബാറിലെ ജനങ്ങളുടെ പ്രധാന പരദേവതയായ ഭഗവാൻ തെയ്യം രൂപത്തിൽ കെട്ടിയാടുന്ന മടപ്പുരകളിൽ ഒന്നാണിത്. കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി താലൂക്കിൽ ഉൾപ്പെടുന്ന പേരാവൂരിനടുത്തുള്ള പുരളിമലയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും ഏറെ ഉയരത്തിൽ ശാന്തസുന്ദരമായ വനപ്രദേശത്തോട് ചേർന്നാണ് ഈ മടപ്പുരയുള്ളത്. മട്ടന്നൂരിൽ നിന്നും പേരാവൂരിൽ നിന്നും ഏകദേശം 10-12 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്കിവിടെ എത്തിച്ചേരാം. ഈ ക്ഷേത്രത്തിന് കൃത്യമായ ഒരു നിർമ്മാണ ചരിത്രരേഖ ഇല്ല എങ്കിലും പുരളിമലയും ഇവിടുത്തെ മടപ്പുരയും കോട്ടയം രാജവംശത്തിൻ്റെ, അതായത് പഴശ്ശി രാജാവിൻ്റെ കോവിലകം രാജവംശത്തിൻ്റെയും വനവാസികളായ ഗോത്രവർഗക്കാരുടെയും ചരിത്രവുമായി ഇഴചേർന്ന് കിടക്കുന്ന ഒന്നാണ്. മറ്റ് പരമ്പരാഗത ക്ഷേത്രങ്ങളെ പോലെ വലിയ ശ്രീകോവിലോ വലിയ മതിലുകളോ ഇവിടെ കാണാനില്ല, അല്ലെങ്കിൽ കാണാനാവില്ല. ഉത്തര മലബാറിലെ തനത് മുത്തപ്പൻ മടപ്പുരകളിലെ ശൈലിയിൽ ലളിതമായാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. പുരളിമലയുടെ മുകളിൽ പ്രകൃതി ഭംഗി നിലനിർത്തിക്കൊണ്ടാണ് ക്ഷേത്രത്തിൻ്റെ ഘടനയുമുള്ളത്. ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ച വീരപഴശ്ശി രാജാവ് ഒളിപ്പോര് നടത്താനായി താവളമാക്കിയത് ഈ പുരളിമലയെ വനങ്ങളായിരുന്നു. യുദ്ധസമയത്ത് പഴശ്ശി രാജാവിനെ സംരക്ഷിച്ചത് പുരളിമല മുത്തപ്പനാണെന്നാണ് വിശ്വാസം. ശ്രീ മുത്തപ്പൻ്റെ അവതാരലീലകളുമായി നേരിട്ട് ബന്ധമുള്ളതാണ് പുരളിമല മടപ്പുരയുടെ ഐതിഹ്യവും. അയ്യങ്കര വാഴുന്നവർ എന്ന ബ്രാഹ്മണ ശ്രേഷ്ഠന്റെ ഇല്ലത്ത് അത്ഭുത ബാലനായി അവതരിച്ച മുത്തപ്പൻ തൻ്റെ ദിവ്യത്വവും വേട്ടയാടൽ ശീലങ്ങളും കാരണം ഇല്ലം വെടിഞ്ഞ് യാത്ര തിരിച്ചു. കാടും മലകളും താണ്ടി ഭഗവാൻ ആദ്യം എത്തിച്ചേർന്നത് പുരളിമലയിലാണ്. പുരളിമലയിലെ വനവാസികൾ ഭഗവാന്റെ സാന്നിധ്യം തിരിച്ചറിയുകയും അവിടുത്തെ കുന്നിൻ മുകളിൽ വേട്ടക്കാരനായുള്ള ഭഗവാന്റെ രൂപത്തെ ആരാധിക്കുവാൻ തുടങ്ങുകയും ചെയ്തു. മുത്തപ്പൻ ഈ മലമുകളിൽ വെച്ചാണ് വില്ലും അമ്പുമേരി തൻ്റെ വേട്ടയാടൽ ലീലകൾ കാട്ടിയത്. അതുകൊണ്ട് തന്നെ മുത്തപ്പൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കളിസ്ഥലമായി പുരളിമലയെ സങ്കല്പിക്കുന്നു. വനമധ്യത്തിൽ മലയിറങ്ങി വരുന്ന മുത്തപ്പനെ കണ്ട് ഭയന്ന ഒരു കാട്ടുനാടൻ ഭഗവാന് കരിക്കിൻ വെള്ളവും കള്ളും നിവേദ്യമായി നൽകി. അങ്ങനെ സന്തോഷവാനായിട്ടുള്ള ഭഗവാൻ അവിടെ മടപ്പുര കെട്ടി ആരാധിക്കുവാൻ അനുവാദം നൽകി എന്നുള്ള ഒരു ഐതിഹ്യം കൂടിയുമുണ്ട്. മുത്തപ്പൻ മടപ്പുരകളിൽ കടുത്ത വസ്ത്ര നിയന്ത്രണങ്ങൾ സാധാരണയായി ഉണ്ടാകാറില്ലെങ്കിലും മാന്യവും ലളിതവുമായ വസ്ത്രധാരണമാണ് ഉചിതം. മുണ്ടോ പാൻസോ ധരിക്കാവുന്നതാണ്. ശ്രീകോവിലിന് അല്ലെങ്കിൽ മടപ്പുരയ്ക്ക് തൊട്ടു മുന്നിൽ നിൽക്കുമ്പോൾ ഷർട്ട് മാറ്റുന്നത് ആചാരത്തിൻ്റെ ഒരു ഭാഗമാണ്. സ്ത്രീകളാണെങ്കിൽ സാരിയോ ചുരിദാറോ ലളിതമായ കേരളീയ വസ്ത്രങ്ങളോ ധരിക്കാവുന്നതാണ്. ലുങ്കിയോ മോഡേൺ വസ്ത്രങ്ങളോ ഒക്കെ ധരിക്കുന്നത് ഒഴിവാക്കുവാൻ ശ്രമിക്കുക. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഭക്തർക്ക് ഇവിടെ വന്ന് പ്രാർത്ഥിക്കാവുന്നതാണ്. എന്നാൽ ഇവിടെ പ്രധാന പൂജകളും മുത്തപ്പൻ തെയ്യം, അതായത് തിരുവപ്പനയും വെള്ളാട്ടവും കെട്ടിയാടുന്നത് വിശേഷ ദിവസങ്ങളിലാണ്. പ്രത്യേകിച്ച് ഈ കൊട്ടിയൂർ ഈ സമയത്തൊക്കെ വൈശാഖ മാസത്തിൽ മിക്കവാറും അല്ലെങ്കിൽ എല്ലാ ദിവസങ്ങളിലും ഇവിടെ പ്രത്യേകിച്ച് മുത്തപ്പൻ്റെ വെള്ളാട്ടവും തിരുവപ്പനയും നടക്കാറുണ്ട്. കണ്ണൂർ എയർപോർട്ടിൽ നിന്നോ മട്ടന്നൂരിൽ എത്തുകയാണ് നമുക്ക് കണ്ണൂർ ഭാഗത്ത് നിന്നും വരുന്നവർക്ക് ഏറ്റവും വേഗത്തിൽ എത്തിച്ചേരാൻ എളുപ്പമായിട്ട് വരിക. മട്ടന്നൂരിൽ നിന്ന് ഇരിട്ടി പേരാവൂർ റൂട്ടിൽ യാത്ര ചെയ്ത് പുരളിമല റോഡിലേക്ക് പ്രവേശിച്ചാൽ നമുക്ക് മടപ്പുരയിൽ എത്തിച്ചേരാം. ഇനി തലശ്ശേരി പേരാവൂർ ഭാഗത്ത് നിന്നാണെങ്കിൽ തലശ്ശേരിയിൽ നിന്ന് കൂത്തുപറമ്പ് പേരാവൂർ വഴി പുരളിമലയിലേക്ക് വരാം. മലമുകളിലേക്ക് കയറാൻ ടാക്സിയോ അല്ലെങ്കിൽ ഓട്ടോ റിക്ഷ സംവിധാനങ്ങളൊക്കെ അവിടുന്ന് ലക്ഷ്യമാവുകയും ചെയ്യുന്നതാണ്. തീവണ്ടി മാർഗമാണെങ്കിൽ തലശ്ശേരിയാണ് ഏറ്റവും അടുത്ത റെയിൽവേ സ്റ്റേഷൻ. 42 കിലോമീറ്ററാണ് അവിടെ നിന്നുള്ളത്. ദെൻ വിമാനമാർഗമാണെങ്കിൽ കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളമാണ് ഇവിടുത്തെ അടുത്ത് ഏകദേശം 15 മുതൽ 18 കിലോമീറ്റർ ദൂരമാണ് ഈ പുരളിമല മുത്തപ്പൻ ക്ഷേത്രത്തിലേക്ക് അവിടെ നിന്നുണ്ടാവുക. സാധനാപഥത്തിനൊപ്പം നമുക്ക് സന്ദർശിക്കാം മുത്തപ്പൻ്റെ അതിപ്രധാനമായ ഒരു ക്ഷേത്രമായ പുരളിമല മുത്തപ്പൻ ക്ഷേത്രം. നന്ദി.